ഇത് മാസ് മോട്ടോഴ്സിന്നാണ്. ഹോണ്ട ഡിയോ BS6 മോഡൽ വണ്ടി ജനറൽ സർവീസായിട്ട് വന്നിട്ടുണ്ട്. ജനറൽ സർവീസ്, വാട്ടർ സർവീസ്, സെൽഫ് വർക്കിംഗ് കംപ്ലയിൻറ്റ്, അങ്ങനെ പിന്നെ ഓയിൽ ചെക്ക് ചെയ്യാനാണ്. ഇത്രയും കേസാണ് മെയിനായിട്ട് കംപ്ലയിൻ്റ് ആയിട്ട് പറഞ്ഞത്. അത് ജോബ് കാർഡിൽ രജിസ്റ്റർ ചെയ്തത്. അപ്പോൾ നമ്മൾ ജനറൽ സർവീസിനായിട്ട് അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് വർക്കിന് ചെക്ക് ചെയ്യാനൊക്കെ ആയിട്ട് കയറ്റിയിട്ടുണ്ട്. ജനറൽ സർവീസിൻ്റെ ഭാഗമായിട്ട് ബാക്ക് ബ്രേക്ക് ലൈൻഡർ നമ്മളൊന്ന് അഴിച്ച് ക്ലീൻ ചെയ്യാനുണ്ട്. ലൈൻഡറൊക്കെ പുതിയ ലൈൻഡറാണ്, വേറെ കുഴപ്പമൊന്നുമില്ല, കമ്പനി ലൈൻഡറിന് കിടക്കണേ. അപ്പോൾ നമുക്കൊന്ന് അഴിച്ച് ക്യാമൊക്കെ ഒന്ന് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യാം. ബാക്കിലത്തെ ടയറായാലും നമുക്ക് ഏറെക്കുറെ ഏകദേശം ആയിട്ടുണ്ട് ടയർ കേട്ടോ. നമുക്ക് അടുത്ത സർവീസ് ചെയ്യുമ്പോഴത്തേക്ക് ഒരു വർഷം ടയർ മാറ്റേണ്ടി വരും. ടയർ മാറ്റുമ്പോൾ നമുക്ക് കമ്പനി മോഡൽ ടയർ യൂസ് ചെയ്യണമാണ് നല്ലത് കേട്ടോ. കാരണം എന്ന് വെച്ചാൽ സാപ്പർ മോഡൽ എന്ന് പറയും, അതാണ് കുറച്ചുകൂടി ബെറ്റർ നമുക്ക് യൂസ് ചെയ്യാനായിട്ട്. നല്ല ടയർ അതാണ്. ഞാനതിൻ്റെ ഒരു മോഡൽ കാണിച്ചു തരാം. ഈ മോഡൽ ടയർ യൂസ് ചെയ്യണമെങ്കിൽ അതാണ് കുറേ കൂടി നല്ലത് കേട്ടോ. അത് MRF ആയാലും അപ്പോളോ ആയാലും സിയറ്റ് ആയാലും ഏത് ടയർ ഏത് ബ്രാൻഡ് ആയാലും നമുക്ക് ഈ പാറ്റേണാണ് ഏറ്റവും ബെറ്റർ. കാരണം കമ്പനി പറയുന്നത് ഈ വണ്ടിയുമ്പോൾ വരുന്നതും ഈ മോഡൽ തന്നെയാണ്. അപ്പോൾ ഇതാണെങ്കിൽ നമുക്ക് കംഫർട്ടാണ് വണ്ടി ഓടിക്കാനായാലും മറ്റേ കറക്റ്റായിട്ട് നമ്മളിപ്പോൾ ടേൺ ചെയ്യുമ്പോഴൊക്കെ ആയാലും കുറേ കൂടി നമുക്ക് ബെറ്ററായിട്ട് തോന്നുന്നത് ഈ മോഡലാണ്. അപ്പോൾ ഈ മോഡൽ ചൂസ് ചെയ്യുക. ഒരുപാട് ഗ്രിപ്പുള്ളത് എടുത്തിട്ടും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അപ്പോൾ കുറച്ചുകൂടി നല്ലത് ഈ മോഡൽ കട്ട യൂസ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അതുപോലെ തന്നെ നമ്മളതിൻ്റെ എയർ ഫിൽറ്റർ, ക്ലച്ചിൻ്റെ ഭാഗമൊക്കെ നമ്മൾ ചെക്ക് ചെയ്യാനുണ്ട്. എയർ ഫിൽറ്ററൊക്കെ നോക്കുമ്പോൾ പുതിയ ഫിൽറ്റർ കിടക്കണേ, നമുക്കൊന്ന് തുടച്ച് ക്ലീനാക്കി റീസെറ്റ് ചെയ്താൽ മതി. കമ്പനി ഫിൽറ്ററാണ്, ഹോണ്ടയുടെ ഒറിജിനൽ ഫിൽറ്റർ തന്നെയാണ് യൂസ് ചെയ്തത്. അപ്പോൾ നമുക്ക് തുടച്ച് ക്ലീനാക്കി റീസെറ്റ് ചെയ്യാം. ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്യുന്നുണ്ട്. ഡ്രൈ ടൈപ്പ് ക്ലച്ചാണ് നമുക്ക് വരാം. ഇതിന് CVT ക്ലച്ചാണ്, ബെൽറ്റ് ഡ്രൈവാണ് നമുക്ക് വരാം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഓരോ സർവീസിലും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്ത് പോകുന്നുണ്ട്. ബെൽറ്റിൻ്റെ കണ്ടീഷനൊക്കെ നോക്കി, കമ്പനി ബെൽറ്റാണ് കിടക്കണേ, ബെൽറ്റിന് വേറെ ഡാമേജോ കാര്യങ്ങളൊന്നുമില്ല. അതേപോലെ തന്നെ ക്ലച്ചിൻ്റെ ഭാഗത്തായാലും വേറെ ലീക്കേജോ കാര്യങ്ങളൊന്നുമില്ല. ക്രാങ്ക് ഷാഫ്റ്റ് ആയാലും ക്ലച്ച് ഷാഫ്റ്റ് ആയാലും വേറെ ഓയിൽ സീൽ ലീക്കേജോ അങ്ങനെ വേറെ പ്രോബ്ലംസ് ഒന്നും നിലവിലില്ല. കിക്കറിൻ്റെ വീലൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് നമ്മൾ റീസെറ്റ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ വേരിയേറ്റർ ബോഡി, ബോസ് ഡ്രൈവ്, റോളർ അങ്ങനെ വന്ന യൂണിറ്റാണത്. അപ്പോൾ അതൊന്ന് നമ്മൾ ക്ലീൻ ചെയ്ത് കയറ്റുന്നുണ്ട്. തേമാനൊന്നും ആയിട്ടില്ല, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. മൈന്യൂട്ടായിട്ടുള്ളൊരു ഇതുള്ളൂ, അത് വേറെ കംപ്ലൈൻ്റ് ആയിട്ടുള്ള കേസൊന്നുമല്ല. അതേപോലെ തന്നെ ക്ലച്ച് യൂണിറ്റും നമ്മളൊന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യുന്നുണ്ട്. ഒരല്പം ഈ ക്ലച്ച് ഒരു വൈബ്രേഷൻ ഉണ്ട് വണ്ടി. അത് ക്ലച്ച് ഡ്രമ്മുമ്പോൾ നോക്കുമ്പോൾ അറിയാൻ പറ്റും. നമുക്ക് ചെറിയൊരു ഉരച്ചിൽ പോലെ ഈ സംഭവം കാണുന്നുണ്ട് ഈ ഭാഗത്ത്. ശരിക്കും നമുക്ക് തൽക്കാലം ഒരു വാട്ടർ പേപ്പർ ഇട്ട് നല്ല രീതിയിൽ സാൻഡ് പേപ്പർ ഇട്ടിട്ടൊന്ന് പിടിച്ച് ക്ലീൻ ആക്കിയിട്ട് നമുക്ക് റീസെറ്റ് ചെയ്യാം. നെക്സ്റ്റ് ടൈം അടുത്ത സർവീസ് നമുക്ക് നോക്കാം. ക്ലച്ച് ഔട്ടറിൻ്റെ എന്തെങ്കിലും സ്ക്രാച്ചസ് കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്കൊന്ന് പോളിഷ് ചെയ്ത് റീസെറ്റ് ചെയ്യാം. ഇപ്പോൾ നമുക്കൊന്നും ചെയ്യേണ്ട, ഇപ്പോൾ ഇതേപോലെ തന്നെ അത് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാം. പിന്നെ നമുക്ക് സെൽഫ് വർക്കിംഗ് അല്ല. അപ്പോൾ ഞാൻ ബാറ്ററിയിൽ നോക്കുമ്പോൾ 2023 മോഡൽ ബാറ്ററിയാണ് ഇരിക്കണേ. ഇതുമായി ഇരിക്കണ ബാറ്ററി ആമറോണിൻ്റെ ബാറ്ററിയാണ്. അപ്പോൾ ഞാനതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ടോ ബാറ്ററിയുടെ എന്താണ് ബാറ്ററിയുടെ കണ്ടീഷൻ എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട്. നമുക്കതിൻ്റെ വോൾട്ട് നോക്കുമ്പോൾ വോൾട്ട് കുറവാണ്, 11 വോൾട്ട് 11.5 കഷ്ടി കിട്ടണുള്ളൂ. അപ്പോൾ നമ്മൾ ബാറ്ററി ടെസ്റ്റിലേക്ക് കൊടുത്തിട്ടുണ്ട്. കംപ്ലയിൻസ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിലവിൽ കാണിക്കുമ്പോൾ നമുക്ക് ലോ ആയിട്ടാണ് കാണുക, അതായത് ബാറ്ററി ചാർജ് കുറവായിട്ടാണ് കാണുന്നത്. അപ്പോൾ നമുക്കൊന്ന് പുറത്ത് ബാറ്ററി വണ്ടിയിൽ നിന്ന് അഴിച്ചിട്ട് ഒന്ന് പുറത്തെടുത്തിട്ടൊന്ന് ചാർജ് ചെയ്ത് റീസെറ്റ് ചെയ്യാം. റീസെറ്റ് ചെയ്തതിന് ശേഷം ഒന്നുകൂടി നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം എന്താണ് ബാറ്ററിയുടെ കറക്റ്റ് സ്റ്റാറ്റസ് എന്നുള്ളത് വെച്ചിട്ടാണ്. ഫുൾ ചാർജ് ആയതിന് ശേഷം വേണം നമുക്ക് ഒന്നുകൂടി ഒന്ന് ചെക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ നിലവിൽ ഓക്കെയാണ്, ഗ്രീൻ ലൈറ്റാണ് കാണിക്കണമെന്നുണ്ടെങ്കിൽ ഓക്കെയാണ്, നമുക്കങ്ങനെ യൂസ് ചെയ്യാം. ഇതല്ല ഇതേപോലെ തന്നെയാണെന്നുണ്ടെങ്കിൽ നമുക്കത് ബാറ്ററിയുടെ എന്തെങ്കിലും വാറണ്ടി പീരീഡിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കത് വാറണ്ടിയിലേക്ക് ചെയ്യേണ്ടതായിട്ടൊക്കെ വരും. എന്തായാലും ഞാനൊന്ന് ഫുൾ ചാർജ് ചെയ്ത് നോക്കാം, അതിന് ശേഷം ഞാൻ അതിൻ്റെ കണ്ടീഷൻ പറയാം കേട്ടോ. പിന്നെ ഫ്രണ്ട് ഭാഗത്തേക്ക് ഫ്രണ്ട് ബ്രേക്കൊക്കെ നമ്മളൊന്ന് അഴിച്ച് ക്ലീൻ ചെയ്യാനുണ്ട്. അപ്പോൾ ബാക്ക് വീൽ അഴിച്ചാനാണ്, അതിന് ശേഷം നമ്മൾ ഫ്രണ്ട് കൂടി അഴിച്ച് ക്ലീനിങ് കാര്യങ്ങളൊക്കെ ചെയ്യും ഇതിനകത്ത് കേട്ടോ. പിന്നെ ഉള്ളതെന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ സ്പാർക്ക് പ്ലഗിൻ്റെ ഭാഗമൊക്കെ ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്യാനുണ്ട്. സ്പാർക്ക് പ്ലഗൊക്കെ ഒന്ന് കഴിച്ച് ക്ലീൻ ചെയ്തിട്ടാൽ വേറെ കുഴപ്പമില്ല. പിന്നെ എഞ്ചിൻ ഓയിൽ നമ്മൾ നോക്കിയിരുന്നു, നല്ല ഓയിലാണ് കിടക്കണം. ഏകദേശം ഒരു 1000 കിലോമീറ്റർ താഴെയാണ് ഓടിയിട്ടുള്ള ഓയിൽ കേട്ടോ. ശരിക്കും 3000 കിലോമീറ്ററിൽ ഓരോ 3000 കിലോമീറ്റർ കൂടുമ്പോഴാണ് നമുക്ക് എഞ്ചിൻ ഓയിൽ മാറേണ്ടത്. ഇപ്പോൾ കഴിഞ്ഞ ഓയിൽ ചേഞ്ച് ചെയ്തതിന് ശേഷം ഇപ്പോൾ ഒരു 1000 കിലോമീറ്റർ ആവണുള്ളൂ, 960 ആയിട്ടുള്ളൂ മൊത്തത്തിൽ ഓയിൽ. 3000 കിലോമീറ്റർ ആയിട്ട് മാറ്റിയാൽ മതി, നമുക്ക് നേരത്തെ ചെയ്തിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അപ്പോൾ കിലോമീറ്റർ ആയിട്ട് ഓടിയിട്ട് മാറ്റിയാൽ മതി കേട്ടോ, അല്ലെങ്കിൽ നമ്മുടെ അത്രയും പൈസ വെറുതെ പോലെ. അപ്പോൾ ഞാനത് നോക്കിയിട്ട് എൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് എൻ്റെ ഡീറ്റെയിൽസ് വാട്സപ്പിലേക്ക് ഇടാം. ബാറ്ററി ചാർജിങ് അടക്കമാണ് ഉൾപ്പെടുത്തണേ. ബാറ്ററി വേറെ ഡാമേജ് മാറ്റുന്നതായിട്ടൊന്നും പറ്റുന്നില്ല, ബാറ്ററി ചാർജ് കുറവായിട്ടാണ് കാണുന്നത്. അപ്പോൾ ബാറ്ററി ചാർജ്, ജനറൽ സർവീസ്, വാട്ടർ സർവീസ് എല്ലാം ഉൾപ്പെടുത്തി ഒരു ഏകദേശം ഒരു എസ്റ്റിമേറ്റ് പറയാം. നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടാൽ മതി. ബാറ്ററി ചാർജ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഒരു 6 മണിയായിട്ടൊക്കെയാണ് വണ്ടി എടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. കാരണം ഞാൻ ഫുൾ ചാർജ് ചെയ്തിട്ട് വേണം വണ്ടിമേക്ക് വെക്കാനായിട്ട്. ചുരുങ്ങിയത് നമുക്കൊരു ഏറ്റവും ചുരുങ്ങിയത് 4 മണിക്കൂറെങ്കിലും ഇടണം. 6 മണിക്കൂറാണ് പറയണത്. ചുരുങ്ങിയത് 4 മണിക്കൂറെങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് കിട്ടിയാലാണ്
നമുക്ക് അറിയാൻ പറ്റുള്ളൂ ബാറ്ററിയുടെ കണ്ടീഷൻ. ഓക്കെ, അപ്പോൾ ഞാൻ കോൺടാക്ട് ചെയ്തോളാൻ തരും കേട്ടോ. ഓക്കെ.